എടാ ഞാനൊരു സ്വപ്നം കണ്ടാ. എന്തൊരു സാധനമാണ് ഈ ആസാപ്പ് തുടർന്ന് അടിച്ചെന്റെ കിളി പോയി. തല പൊളിയാണ്. അളിയാ ഇയാളാ ഫോറസ്റ്റുകാരുടെ കാര്യം തന്നെയാണോ? കണ്ടിട്ടൊരു ഫോറസ്റ്റ് ലുക്ക് ഇല്ല. എനിക്കറിയില്ല, ഞാൻ ഇതിനു പോലും കണ്ടിട്ടില്ല. എടാ നീ ഒരു കാര്യം ചെയ്യും, അവന്റെ പോക്കറ്റിലെ ഫോറസ്റ്റിന്റെ ഐഡി കാർഡ് പോയി നോക്ക്. അത് നല്ല കാര്യം. ഈ ഫോറസ്റ്റുകാരുടെ കയ്യിൽ എന്താടാ കുളിയും കാണാത്താക്കാലും? അളിയാ അളിയാ എനിക്കൊന്നുമില്ല ഫോറസ്റ്റ് രാജനാണെന്ന്. വേഷം കണ്ടിട്ട് കള്ളനാണെന്ന് തോന്നുന്നു. ആരാ നീ? എന്താ ജീവല്ല, ഒരു ജീവല്ല. ഇതൊക്കെ സംഭവിച്ചോ? നമ്മളെ നിർത്താടില്ലേ തീർന്നല്ലോ. നമ്മൾ തീർന്നു. ഇന്നലെ കാട്ടുമതി കേസ്, കേസ്. നീ ഒന്ന് സ്വസ്ഥമായിട്ട് ചിന്തിക്കാൻ സമ്മതിക്ക്. അർജുന കുട്ടി പട്ടാളത്തിൽ നിന്ന് പഠിച്ച ബുദ്ധിയൊക്കെ പുറത്തെടുക്കാൻ സമയമായി. എന്ത് ബുദ്ധി? നമുക്ക് പറമ്പിലെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ട നമ്മൾ ആരും അറിയില്ല. പറമ്പിൽ കുഴിച്ചിട്ട പോലീസ് ഈസി ആയിട്ട് മാറ്റിയെടുക്കും. ഫോറൻസുകാർക്ക് ഒരു തെളിവ് പോലും കിട്ടാതെ വേണം ബോഡി ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ പ്ലാൻ? എടാ ഇവരെ നമ്മൾ വലിയൊരു പ്ലാസ്റ്റിക് ചാക്കിലാക്കി നല്ല പാഴ്സൽ കെട്ടുന്ന പോലെ വലിഞ്ഞു മുറുകി കെട്ടണം. ഉണ്ണിമോള് വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവൾ അറിയാതെ കാറിന്റെ കീ എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ആ ഡിക്കി കയറ്റണം. എന്നിട്ട് ഏതെങ്കിലും പൊക്കെ കൊണ്ട് കളയണം. പൊക്കെ കൊണ്ട് കളഞ്ഞാൽ ഒരു പോലീസ് കണ്ടുപിടിക്കില്ല. അത് നമ്മുടെ നാട്ടിലെ കൊക്ക. ഏതെങ്കിലും കൊക്ക, നീ കൊക്കയില്ലെങ്കിൽ കൊക്കയുള്ള ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണം. അളിയാ നീ ജീനിയസാ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബോഡി ചാക്കിൽ കേട്ടോ. പെട്ടെന്ന് ചാക്ക് ചായ പിന്നെ എടുത്തിട്ട് വരാം. രാജൻ, ഫോറസ്റ്റ് രാജൻ. യെസ്, മണം ഇവിടുന്ന് തന്നെയാണ്. പിടിക്കപ്പെടില്ലെന്ന് കരുതി ഈ രാജന്റെ അടുത്താണ് നിങ്ങളുടെ മിണ്ടരുത്. ഒന്നുമില്ലേ? കാട്ടിൽ കയറി പന്നിനെ കൊന്നതാണോ അറിയാതെ ചെയ്യുന്നത്? ഓ, ആ പേര് തന്നെ കേട്ടില്ലല്ലേ? ഇവിടെ പന്നി കേസാണ്. ഇവനെ കൊന്നവര് ഇവനെ അറിഞ്ഞിട്ടില്ല. എടാ ഒന്നും നോക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവനെ തലക്കടിക്ക് ബോധം കെടുത്തി കാട്ടിക്കൊണ്ട് കളയാം. കൊലപാതകത്തിന്റെ അത്രയും വരില്ലല്ലോ ഇത്. എന്താടാ ഒരു സ്വകാര്യം? എന്നെ തല്ലി രക്ഷപ്പെടാനുള്ള പരിപാടിയിലോ? ആണെങ്കിൽ തെളിവ് സാധനം പിടിച്ചാ പിന്നെ എങ്ങനെ രക്ഷപ്പെടും?
നിങ്ങളൊക്കെ കറി വെച്ച ചട്ടി ഞാൻ പൊക്കും. അതിനാ ചട്ടി പിടിക്കും. തല്ലിയെ രണ്ടിനെയും കാലെടുക്കും ഞാൻ. സോറി. അയ്യോ, ഞങ്ങളെ കൂട്ടുകാരൻ സുമേഷിനെ ഞാൻ തലക്കടിച്ച് കൊന്നേ. അയ്യോ അയ്യോ, സുമേഷ് മഹാഭാവി, പാവത്തിനെ ഞാൻ തലക്കടിച്ച് കൊന്നത്. ഇത് ബോധിച്ചാണ് CPR കോപ്പ്. എന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നീ എന്തിനാ കൊന്നു കളഞ്ഞത്? ഞാൻ അറിയാതെ ചെയ്തതാണ്. ജസ്റ്റ് കൺട്രോൾ പോയതാണ്. കൺട്രോൾ പോയാൽ നീ ആളോടെ കൊല്ലണം പൊന്നി. ഒരു കാര്യം ചെയ്യാം, ഈ കാട്ടുവന്ന കേസ് ഞാൻ ഒഴിവാക്കി തരാം. എന്നിട്ട് ഈ കേസ് നിങ്ങൾ ഏറ്റെടുക്കണം. താൻ തന്നെ ഏറ്റെടുത്താൽ മതി. പകരം പന്നിക്കേസ് ഞങ്ങൾ ഏറ്റെടുത്തുള്ളൂ. അതാവുമ്പോ ഫൈനടുത്ത തീരും. ഇതേ ഞങ്ങൾ തൂങ്ങും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്നാക്കും ഒരുമിച്ച് ചെയ്ത് പോവാം. എന്തിന് താണലോടെ കൊന്നേ? അതിനത് തെളിവില്ലല്ലോ. ഞാൻ അടിക്കുന്നത് ആരെയും കണ്ടു ഇല്ല. പോലീസ് വരുമ്പോൾ ഞാൻ പറയും നമ്മൾ ഫ്രണ്ട്സാണ്. ഇനി പന്നിറിച്ചും കൂട്ടി കള്ളടിച്ച് കമ്പനി കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ വാക്ക് തർക്കത്തിനൊടുവിൽ നമ്മൾ 3 പേരും തല്ലിക്കൊന്നു എന്ന് മനസ്സിലായോ? എങ്ങനെയുണ്ട് കഥ? പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഇഷ്ടം. എങ്ങനെ പറയാം. അമരമ്പലം ഫോറസ്റ്റിൽ നിന്ന് എനിക്കൊരു തോക്ക് കിട്ടിയിരുന്നു. ഇവന്റെ ഡെഡ് ബോഡി ആ ഫോറസ്റ്റിൽ എത്തിക്കാൻ കഴിഞ്ഞ ആ തോക്ക് കൊണ്ട് ഒരു വെടിവെച്ച് ആ ഡെഡ് ബോഡി അവിടെ ഇട്ട് നമുക്ക് പോരാം. കുറ്റം ആ തോക്കിന്റെ ഉടമസ്ഥന്റെ തലയിലാവും. എങ്ങനെയുണ്ട്? പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ വെടികൊണ്ടല്ല മരിച്ചതെന്ന് തെളിവില്. അതൊക്കെ പോലീസിന്റെ തലവേദന. ആ തോക്കാരനകത്താവും, നമ്മൾ സേഫ് ആവും. പോരെ? മതി. എടാ, നേരം പോയി തുടങ്ങിട്ടോ. നമുക്ക് ഒരു ചാക്ക് കയറണ്ടേ? അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കാറ് കൊണ്ടുവരാൻ. അവന് ചാക്കോടെ ചാക്കി എടുത്തില്ല. ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ. അതെന്താണത്? പാവാടെ ഫുള്ളായിട്ട് മൂടാൻ ചാക്കൊണ്ട് പോവാം. വലുത് വേണല്ലേ? വലുത്. എടാ, മുകളിൽ വീഡിയോയിലേക്കും ചാനലിനെ കുറിച്ചൊരു വലിയ ബാഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കയറും. ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ. ബെസ്റ്റ് കാര്യമുള്ളത് പൈ. എന്നാ ഞാൻ പോയിട്ട് കാറെടുത്ത് വരാം.
നിങ്ങളെ നമ്മൾ കയറി ആദ്യം കാണുന്ന റൂമിൽ വിളിച്ചോ. ഉണ്ണിമോളോടെ ഇല്ല. ചേട്ടാ ഞാനാ ഉണ്ണിമോള്. എത്ര നേരം ഞാൻ ബെല്ലടിക്കുന്നത്? എന്തൊരു ഉറക്കം ഇത്? നീയോ? ഇന്നല്ലേ കല്യാണം? ആ രാവിലെ 10:30 മുഹൂർത്തം. ഞാൻ എന്റെ ഷോമാല എടുക്കാൻ മറന്നുപോയി. എന്തേ? ദേവുവിന്റെ റൂമിലാന്ന് തോന്നുന്നു. ഞാൻ നല്ലൊരു ഐഡിയ പറയാം. നമുക്കുണ്ടാക്കും. ഈ വഴി അങ്ങോട്ട് രക്ഷപ്പെട്ടാലോ? കൊലക്കുറ്റ അവന്റെ തലയിൽ കിടക്കട്ടെ. നമ്മൾ എന്തിനാ ജയിലിൽ കിടക്കണേ? അത് കൊള്ളാം. എന്നാവാ സമയം വേണ്ട. ഹലോ, ആ ഷോമാല നീ എവിടെ വെച്ചേക്കുന്നേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ലേ? എന്നാ എന്റെ ആ ബാക്കപ്പ് ബാഗിലുണ്ടാവും. അതാ കട്ടിനടിയിലുണ്ട്. കട്ടിന്റെ അടിയിലോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം എടുത്തെടുത്ത് വെക്കണമെന്ന്. അതാണോ നോക്ക്. ആ ഇത് തന്നെയാ. അല്ല, കുട്ടിച്ചേട്ടന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പണി ഒപ്പിച്ചോ? ആ, ഞാൻ തന്നെ തല്ലിക്കൊന്ന് ഈ കട്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി എന്നാ ചേട്ടാ. ശരി എന്നാ, ഞാൻ പോയി. പോര് പോയി. വില എടുത്തിട്ടോ വിട്ടാവും കിട്ടില്ല. അപ്പൊ ബോഡി ഉണ്ടോണ്ടേ ഉണ്ണിമോള് കാർ കൊണ്ടാ പോയത്. അതിലാളിന്റെ ഫോർച്യൂണർ ഇവിടെ കിടക്കല്ലോ, നമുക്ക് അടുത്ത് പോയപ്പോലെ. എടാ ഞാൻ ഓർക്കാനിട്ടല്ല, അതിനകത്ത് GPS ഉണ്ട്. വണ്ടി ഇവിടെ നനഞ്ഞ പുള്ളിക്ക് അറിയാൻ പറ്റും. അതൊക്കെ പിന്നത്തെ കാര്യല്ലേ, എന്തേലൊക്കെ പറഞ്ഞ് നിൽക്കാലോ. അത് ഈ കാര്യം നടക്കട്ടെ. ഇനി ഇരുന്നാ ബോഡി ചെയ്യും. എന്നാ വാ നടക്കട്ടെ. പതുക്കെ വിട് വിട്. ഡെഡ് ബോഡിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. വണ്ടി വരും.
എന്നാ നിങ്ങൾ വിട്ടോളൂ, ഞാൻ എൻ്റെ സ്കൂട്ടറായിട്ട് പിറകെ വരാം. ഓ വേണ്ട സാറേ, ആ വണ്ടി നമുക്ക് പിന്നെ എടുക്കാം. ഈ വണ്ടി കയറാം സാറേ. കറാണ്ടിയിൽ നാളെ ഒരുമിച്ച് പോയാൽ മതി. അതിന്റെ മോളാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഞാനൊന്ന് കയറിയിരുന്നെന്ന് വെച്ച് ഇനി ഇതിന് മേലെ ഇനി എന്ത് സംഭവിക്കാനാ? ഇത് വണ്ടി ഇടാ. ശാപം. എന്താ ശവം എന്നൊക്കെ വിളിക്കാൻ പാണ്ടോ? പിന്നെ ശാപത്തിന് പിന്നെ ഞാൻ എന്താ വിളിക്കുക? ആരുമില്ല, ഇറങ്ങിക്കോ. ഉള്ളറക്കണോ? അപ്പൊ ശരി, നിങ്ങൾ വിട്ടോ, ഞാൻ തോക്കെടുത്ത് തരാം. തോക്കടേ ശരി. അതൊന്നും നിങ്ങൾ അറിയണ്ട കേട്ടോ. അതെ, അതെന്തിനാ നമ്മളറിയുന്നു? അങ്ങനെ കൊലക്കേസ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. കമ്പിപ്പാര മോഹനും പന്നിഷാജിയും ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലാണ്. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നിന്ന് കാര്യങ്ങളൊന്നും വേറെ ആരും അറിയരുത്. നിനക്ക് എന്തുകൊണ്ട് ഞാൻ മേടിച്ചു തരാം. നടന്നാൽ വീടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു മാമെടുത്ത് തകർത്തിട്ടുണ്ടാവും. കളിയാക്കണ്ട, ഞാനുള്ളതുകൊണ്ട് ഇതുവരെ കല്യാണത്തിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിക്കിനെ അവർ നോക്കൂ. നോട്ടത്തിന്റെ കാര്യം അധികം പറയാതിരിക്കുന്ന നല്ലത്. ചേട്ടാ, പിള്ളേർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ, കുറച്ച് കാട്ടുപന്നി കറി വെച്ചിട്ടുണ്ട്. കാട്ടുപന്നിയോ? ഇവിടെ വെറുതെ പറയാ, ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നാ ബാ പിള്ളേരെ, നമുക്ക് വല്ല മാഗി ഉണ്ടാക്കി കഴിക്കാം. മാമനൊക്കെ വലിയ പുള്ളിയായി പോയി. വെറും പുള്ളിയല്ല, കൊല്ലപ്പുള്ളി. ഹലോ മിസ്റ്റർ എക്സ് മിലിറ്ററി അർജുനൻകുട്ടി, നീയും നിന്റെ ഫ്രണ്ട്സും കൂടി തല്ലിക്കൊന്ന് കാട്ടിത്തള്ളി ഒരു ഡെഡ് ബോഡി അതെന്റെ കയ്യിലുണ്ട്. ഒരു 10 ലക്ഷം രൂപ തന്ന അത് തിരികെ തരാം. ഈശ്വര, കഥ ഇനിയും തുടരും എന്നാണ് മാമന്റെ ഭാവം കണ്ടിട്ട് തോന്നുന്നത്. എന്തോ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.